അത്യാവശ്യം കുറച്ച് സാധനം മേടിക്കാനുണ്ട്. കൂടുതലൊന്നുമില്ല. പാല്, കുറച്ച് ചിക്കൻ, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കുറച്ച് ഐസ്ക്രീം. ഇവിടെ ഇപ്പം ചൂടാണ്, അപ്പം നല്ല ചൂടാകുമ്പം ഇത്തിരി ഐസ്ക്രീമൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പം അങ്ങനെ കുറച്ച് സാധനം, പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പച്ചമാങ്ങ കിട്ടുവാണെങ്കിൽ അതും കൂടെ മേടിക്കണം എന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനം മേടിക്കാനാണ് ഇന്ന് പോകുന്നത്. ഇവിടെ മഴ പെയ്തിപ്പം, അത് കാരണം ഐസ്ക്രീം മേടിക്കാൻ വേണ്ട എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. എന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ സമ്മറാണ്, അപ്പോൾ എന്തായാലും ചൂടായിരിക്കും. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്തൊക്കെ വേണമെന്ന്. കുറച്ച് സാധനങ്ങളെ മേടിക്കുന്നുള്ളൂ, അധികമൊന്നും മേടിക്കാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞതാണ്, അപ്പം ജസ്റ്റ് പോയി മേടിച്ചിട്ട് തിരിച്ച് വരാം. അപ്പോൾ കോട്ടിടണോ വേണ്ടയോ എന്നുള്ളതാണ് അടുത്ത ഒരു ചെറിയ കൺഫ്യൂഷൻ. കാരണം ഇവിടെ മഴയാണെങ്കിൽ പൊതുവെ തണുപ്പായിരിക്കും, പുറത്തോട്ടിറങ്ങിയാലേ അറിയുള്ളൂ എങ്ങനെ ആകും അവസ്ഥ എന്ന്. വെതർ നോക്കിയപ്പം 16 ഡിഗ്രീസ് എന്നാണ് കാണിക്കുന്നത്, വലിയ കുഴപ്പമില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പം നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് എന്തായാലും കോട്ട് എടുക്കാം. കുട എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാറ്റുണ്ടെങ്കിൽ കുട കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ എന്തായാലും കോട്ടും എടുത്ത് പോകാം. ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇത് ശരിക്കും സിത്തുവിൻ്റെ ജാക്കറ്റാണ്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വലിപ്പമായിട്ട് തോന്നുന്നത്. പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല മഴയുണ്ട്, കാറ്റും ഉണ്ട്. അതുകൊണ്ട് കുട എടുക്കാതിരുന്നത് നന്നായി. സാധാരണ ഞാൻ ഇവിടുന്ന് നടന്നാണ് പോവാറ്. ഒരു 4-5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കടയിലെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബസ്സിന് പോയാൽ 2 സ്റ്റോപ്പേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് ബസ്സിന് പോകാനായിട്ട് റെഡിയായതാണ്. ആ ദൂരെ കാണുന്ന പച്ച കളറിൽ ഉള്ള ബോർഡിൽ വെള്ള അക്ഷരങ്ങളുള്ള മോറിസൺസ് എന്ന് പറയുന്ന കടയിലേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്കിവിടെ ഏറ്റവും അടുത്തുള്ള ഒരുമാതിരി വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. വന്ന് കയറിയപ്പോഴേ പ്ലാനിലും കൂടുതൽ സാധനങ്ങൾ ഞാൻ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ട് ഒരു ഗിൽറ്റൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സാധനങ്ങൾ ഞാൻ മേടിക്കും മിക്കവാറും എല്ലാ തവണയും. പക്ഷേ എല്ലാം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നു. അപ്പം പോയി മേടിക്കണം എന്ന് വിചാരിച്ചതിലും കൂടുതൽ സാധനമാണ് മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് മേടിച്ചത്, അത് ആവശ്യമില്ലാത്തൊന്നും മേടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം മേടിച്ച സാധനങ്ങളൊക്കെ. നോക്കട്ടെ, ബില്ല് നോക്കട്ടെ. ബില്ല് ഞാനിപ്പോൾ കാണിച്ചിരുന്നല്ലോ. മൊത്തം 31 പൗണ്ട് 15 പെൻസാണ് ആയത്. അപ്പം നാട്ടിലെ ഒരു 3200 3300 രൂപയെന്ന് കൂട്ടിക്കോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ വില കൂടുതലാണ്. പക്ഷേ എല്ലാ രാജ്യത്തെയും ഒരു കറൻസി റേറ്റ് ഉണ്ടാവുമല്ലോ, അതും വാല്യൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കൂടുതലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നല്ല വിലയാണ്. അപ്പം ഞാൻ മേടിച്ചത് ബീൻസ് മേടിച്ചു 2 പാക്കറ്റ്. പിന്നെ മാംഗോ, ഞാൻ പറഞ്ഞില്ല പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ പച്ചമാങ്ങ മേടിച്ചു. പിന്നെ 2 ബിസ്ക്കറ്റ് മേടിച്ചു, ബിസ്കോഫിൻ്റെ. അത് ആക്ച്വലി മേടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ഡോണട്ടും കൂടെ മേടിച്ചു. അപ്പം ഇത് ഒന്ന് ഇവിടെ കഴിക്കാനും ഞങ്ങൾക്ക് കഴിക്കാനും, ഒന്ന് ഞാൻ അങ്ങോട്ട് കയറിയ സമയത്ത് ഒരു ഹോംലെസ് ആയിട്ടൊരു പുള്ളി അവിടെ വഴിയിലല്ല, ഈ കടയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി കുറച്ച് ചേഞ്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈ ചേഞ്ച് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അകത്ത് കയറി എന്തെങ്കിലും വാങ്ങിച്ച് അവർക്ക് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റും ഒരു ഡോണട്ടും ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഒരു പാക്കറ്റ് ഡോണട്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പുള്ളി തിരിച്ചു വന്നപ്പോൾ പുള്ളിയെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ 2 ബിസ്ക്കറ്റ്, പിന്നെ ഒരു ഇത് നമ്മുടെ എന്തായാലും പറയുക മുറുക്ക് പോലത്തെ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. അത് ഇവിടെ സിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ മേടിച്ചത് ഒരു സ്റ്റെയിൻ റിമൂവർ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ യൂണിഫോം വൈറ്റാണ്, അപ്പോൾ അതിൽ എപ്പോഴും സ്റ്റെയിൻസ് കാണും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെയിൻ റിമൂവർ മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ഓക്സി വാഷൊക്കെ പോലത്തെ. പിന്നെ ഒരു പാല് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ മേടിച്ചു. അത് ഞാൻ യൂഷ്വലി ഇവിടെ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലുമാണ് ഉപയോഗിക്കുക.
സൺഫ്ലവർ ഓയിലായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോക്കനട്ട് ഓയിൽ നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കുറയ്ക്കാം, സൺഫ്ലവർ ഓയിൽ അത്ര നല്ലതല്ലെന്ന് കേട്ടതുകൊണ്ട് കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കൂടുതലും കോക്കനട്ട് ഓയിലാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. ബാക്കി തനി നമ്മുടെ കേരള ഫുഡിനെല്ലാം സാധാരണ കോക്കനട്ട് ഓയിലാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചു. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചൊരു മണ്ടത്തരം പറ്റി, പക്ഷേ എന്നാലും വാങ്ങിച്ചു. പിന്നെ ചിക്കൻ വാങ്ങിച്ചു. പിന്നെന്തായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു യോഗട്ടും വാങ്ങിച്ചു. സോറി ഗൈസ്, അത് മറന്നുപോയി. അപ്പം യോഗട്ട് വാങ്ങിച്ചു. പിന്നെ ബനാന പഴം മേടിച്ചു. പിന്നെ 2-3 പാവയ്ക്ക മേടിച്ചു. പാവയ്ക്ക തീയലും, പാവയ്ക്ക തോരൻ, പാവയ്ക്ക മെഴുക്കുവരട്ടി, ഇതൊക്കെ സിത്തുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ പച്ച ഏത്തയ്ക്ക 2 വാങ്ങിച്ചു. പിന്നെ നമ്മൾ മേടിച്ചത് സാലഡ് ഓനിയൻസ്, അതായത് നമ്മുടെ ഉള്ളിയുടെ തണ്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ, എന്തായിരുന്നു പറയുക, അതിൻ്റെ പേര് മറന്നുപോയല്ലോ. എൻ്റെ പേര് മറന്നുപോയി ഗൈസ്, എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം ആ സാധനവും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ചിലവായത് 31 പൗണ്ടും 15 പെൻസുമാണ്. കുഴപ്പമില്ല, ഇതെല്ലാം അത്യാവശ്യം വേണ്ട സാധനങ്ങളായതുകൊണ്ടും ഈ മാസം ഓടിക്കാനായിട്ട് അത്യാവശ്യം പച്ചക്കറികൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുറേ സാധനം മേടിച്ചിരുന്നു. അപ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോഴത്തേന് ഏകദേശം ഈ മാസം ഓടിപ്പോകും. പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തക്കാളിയോ സവാളയോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം മേടിക്കേണ്ടി വന്നാലേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പം ഒരു മാസത്തേനുള്ള ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. ഇനിയും ഉണ്ട് 1-2 ചെറിയ സാധനം മേടിക്കാൻ, പക്ഷെ അതിവിടെ കിട്ടില്ല. അതിന് നമ്മൾ വല്ല ഇന്ത്യൻ സ്റ്റോറിലോ അല്ലെങ്കിൽ കേരള സ്റ്റോറിലോ പോകേണ്ടി വരും. അത് എനിക്ക് ഇന്ന് മടിയായിരുന്നുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. മാത്രമല്ല കണ്ടല്ലോ മഴയുമാണ്, അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അപ്പം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മഴയത്ത് ഇത്തിരി പാടാണ്. നമുക്ക് വണ്ടിയൊന്നുമില്ല, കാറൊന്നുമില്ല. അപ്പോൾ അത് കാരണം ബസ്സിന് തന്നെ പോകണം. അപ്പോൾ അത് കാരണം ഞാൻ അത് പോയില്ല. അവിടെ ചെന്നാൽ കിട്ടാവുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ തനി നമ്മുടെ നാടൻ ഐറ്റംസ് കിട്ടും കേരള സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു പഞ്ചാബി സ്റ്റോറുണ്ട്, അവിടെ ചെന്നാലും ഫ്രോസൺ ഐറ്റംസ് കുറേ കിട്ടും. അപ്പോൾ അങ്ങനെ അതെല്ലാം മേടിക്കാനായിട്ടൊരു ദിവസം പോകണം. പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇനി അത്യാവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാസം ഞാൻ പോവാതെ ഇരിക്കാം. അവിടെ പോയാൽ എനിക്ക് മെയിനായിട്ട് മേടിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുറച്ച് ഫ്രോസൺ സാധനങ്ങൾ കിട്ടും. ചക്ക ഒക്കെ കിട്ടും ഫ്രോസണായിട്ട്. അതുപോലെ കുറച്ച് പച്ചക്കറികൾ, ചേന ഫ്രോസൺ, അതായത് കട്ട് ചെയ്ത് വരുന്ന ഐറ്റംസാണ്. അത് ചേനയൊക്കെ കട്ട് ചെയ്ത് വരുന്ന പാക്കറ്റായിട്ട് കിട്ടും. അതാകുമ്പോൾ എനിക്ക് വലിയ മെനക്കേടില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എല്ലാം കിട്ടും അങ്ങനെ ഫ്രോസണായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഇനിയുള്ളത്. ബാക്കിയെല്ലാം മേടിച്ചു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞു. ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.